അമേരിക്കയിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവരും നിലവിൽ F1 വിദ്യാർത്ഥി വിസയിൽ പഠിക്കുന്നവരും അവരുടെ രക്ഷിതാക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ് US-ൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. അമേരിക്കയിലെ സർവകലാശാലകളിൽ F1 വിസയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ്. പഠനത്തോടൊപ്പം ജോലി പരിചയം നേടാനും ഭാവിയിൽ H1B വിസയിലേക്കും മികച്ച കരിയറിലേക്ക് കടക്കാനും വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന പ്രധാന സംവിധാനങ്ങളിൽ ഒന്നാണ് CPT, അതായത് കരിക്കുലർ പ്രാക്ടിക്കൽ ട്രെയിനിങ്. എന്നാൽ ഇപ്പോൾ CPT ദുരുപയോഗം ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾക്കും വിദ്യാർത്ഥികൾക്കുമെതിരെ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പിന് കീഴിലുള്ള സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു വീഴ്ചയോ നിയമങ്ങൾ പാലിക്കാതെയുള്ള CPT അനുമതിയോ പോലും വിദ്യാർത്ഥികളുടെ നിയമപരമായ സ്റ്റേറ്റസിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രമുഖ ഇമിഗ്രേഷൻ അറ്റോർണി രാജീവ് എസ് ഖന്ന നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ എന്താണ് SCVPയുടെ പുതിയ സന്ദേശം? എന്താണ് Day 1 CPT? ഇത് നിങ്ങളുടെ F1 സ്റ്റാറ്റസിനെയും ഭാവിയിലെ OPT ആനുകൂല്യത്തെയും എങ്ങനെ ബാധിക്കുന്നു? വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മളിന്ന് വിശദമായി നോക്കുന്നത്. SCVPയുടെ പുതിയ മുന്നറിയിപ്പ് എന്താണെന്ന് ആദ്യമേ ഒന്ന് നോക്കാം. അമേരിക്കയിലെ കോളേജുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഒഫീഷ്യൽ അഥവാ DSOമാർക്ക് ഓഗസ്റ്റ് 12-നാണ് SCVP പുതിയ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് BCM 260801 അയച്ചത്. ഈ സന്ദേശത്തിലെ പ്രധാന കാര്യം വളരെ ലളിതമാണ്. CPT ഒരു വിദ്യാർത്ഥിയുടെ അക്കാദമിക് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള പ്രായോഗിക പരിശീലനമാണ്. അത് അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള എളുപ്പവഴിയോ ജോലി വിസയ്ക്ക് പകരമുള്ള സംവിധാനമോ അല്ല. അക്കാദമിക് കോഴ്സുകളുമായി യഥാർത്ഥ ബന്ധമില്ലാത്ത രീതിയിലും ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും CPT അനുമതികൾ നൽകുന്ന സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കോളേജുകൾക്കെതിരെ അന്വേഷണം നടത്താനും ഗുരുതരമായ സാഹചര്യങ്ങളിൽ അവരുടെ SCVP സർട്ടിഫിക്കേഷൻ പോലും റദ്ദാക്കുകയും ചെയ്യാം. ഒരു യൂണിവേഴ്സിറ്റിയുടെ SCVP സർട്ടിഫിക്കേഷൻ റദ്ദായാൽ അവിടെ പഠിക്കുന്ന നിരവധി വിദേശ വിദ്യാർത്ഥികളുടെ F1 സ്റ്റാറ്റസിനെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുമ്പോഴും CPT എടുക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കണം. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പുതിയതായി പാസാക്കിയ ഒരു നിയമമല്ല. നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പാക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ സന്ദേശം. സാധാരണയായി US നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ DHS ഔദ്യോഗിക റൂൾ മേക്കിംഗ് പ്രോസസ് നടത്തേണ്ടതുണ്ട്. ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് മാത്രം നൽകി പുതിയ നിയമം കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ നിയമം മാറിയിട്ടില്ലെന്ന് കരുതി ഈ മുന്നറിയിപ്പ് അവഗണിക്കാനും പാടില്ലെന്നാണ് ഇമിഗ്രേഷൻ അറ്റോർണി രാജീവ് എസ് ഖന്ന നൽകുന്ന ഉപദേശം. കാരണം അധികൃതരുടെ സന്ദേശം CPT സംബന്ധിച്ച കംപ്ലൈന്റ്സ് കൂടുതൽ ഗൗരവമായി പരിശോധിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. DSOമാർ CPT അനുമതി നൽകുമ്പോൾ നൽകുന്ന സർട്ടിഫിക്കേഷൻ വളരെ ഉത്തരവാദിത്തമുള്ള നടപടിയാണ്. തെറ്റായ വിവരങ്ങൾ നൽകുന്നതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കാരണമായേക്കാം. കൂടാതെ CPT സംബന്ധിച്ച തട്ടിപ്പുകളോ നിയമലംഘനങ്ങളോ റിപ്പോർട്ട് ചെയ്യുന്നതിനായി 4 ട്രിപ്പ് ലൈൻ സംവിധാനവും നിലവിലുണ്ട്. അതുകൊണ്ട് ഇനി യൂണിവേഴ്സിറ്റികൾ CPT അപേക്ഷകൾ കൂടുതൽ വിശദമായി പരിശോധിക്കാനും സംശയമുള്ള സാഹചര്യങ്ങളിൽ അപേക്ഷ നിരസിക്കാനും സാധ്യതയുണ്ട്. F1 വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രധാന പ്രാക്ടിക്കൽ ട്രെയിനിങ് സംവിധാനങ്ങളാണ് CPTയും OPTയും. CPT എന്നത് കരിക്കുലർ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്നാണ്. പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രായോഗിക പരിശീലനമാണിത്. എന്നാൽ ഈ ജോലി വിദ്യാർത്ഥിയുടെ അക്കാദമിക് പ്രോഗ്രാമുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അതായത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സും നിങ്ങൾ ചെയ്യുന്ന CPT ജോലിയും തമ്മിൽ വ്യക്തമായ ബന്ധം ഉണ്ടായിരിക്കണം. ചില പ്രത്യേക ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിൽ ആദ്യ സെമസ്റ്റർ മുതൽ CPT അനുവദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെയാണ് സാധാരണയായി Day 1 CPT എന്ന് വിളിക്കുന്നത്. Day 1 CPT എന്തുകൊണ്ടാണ് പ്രധാനമെന്ന് പറയുന്നത്? Day 1 CPT എന്ന പേരിൽ ചില പ്രോഗ്രാമുകളിൽ പഠനം ആരംഭിച്ച ഉടൻ തന്നെ CPT ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ CPT ലഭിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഏത് ജോലിയും ചെയ്യാമെന്നല്ല. CPT നിങ്ങളുടെ അക്കാദമിക് പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കണം. ആവശ്യമായ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെന്നും യൂണിവേഴ്സിറ്റി അത് കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കണം. ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. CPTയും OPTയും തമ്മിലുള്ള ബന്ധമാണ്. പഠനകാലത്തോ പഠനം പൂർത്തിയാക്കിയ ശേഷമോ വിദ്യാർത്ഥികൾക്ക് OPT, അതായത് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ലഭിക്കാം. എന്നാൽ ഒരു വിദ്യാർത്ഥി പഠനകാലത്ത് 12 മാസമോ അതിൽ കൂടുതലോ ഫുൾ ടൈം CPT ഉപയോഗിച്ചാൽ പിന്നീട് ലഭിക്കേണ്ട OPT ആനുകൂല്യം നഷ്ടപ്പെടും. അതുകൊണ്ട് CPT എടുക്കുന്നതിന് മുൻപ് അതിന്റെ ദൈർഘ്യം ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ, നിങ്ങളുടെ ഭാവിയിലെ OPT യോഗ്യതയെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. H1B ലഭിക്കാത്ത സാഹചര്യങ്ങളിലോ മറ്റു കാരണങ്ങളിലോ
ചില വിദ്യാർത്ഥികൾ ദീർഘകാലം ഫുൾ ടൈം CPT ഉപയോഗിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളാണ് ഇനി കൂടുതൽ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുള്ളത്. വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്ക് വിശദമായി നോക്കാം. അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരും നിലവിൽ അവിടെ പഠിക്കുന്നവരും പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പാണ്. പ്രവേശനം നേടുന്നതിന് മുൻപ് യൂണിവേഴ്സിറ്റിയുടെ ക്രെഡൻഷ്യലുകൾ, അക്രിഡിറ്റേഷൻ, SCVP സർട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുക. വെറും CPT ലഭിക്കും എന്ന വാഗ്ദാനം മാത്രം നോക്കി ഒരു കോളേജ് തെരഞ്ഞെടുക്കരുത്. രണ്ടാമത്തേത് ജോലിയും കോഴ്സും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾ ചെയ്യുന്ന CPT ജോലിക്ക് നിങ്ങളുടെ മേജർ സബ്ജക്റ്റുമായും അക്കാദമിക് പ്രോഗ്രാമുമായും വ്യക്തമായ ബന്ധമുണ്ടായിരിക്കണം. ഇതിന് തെളിവായി നിങ്ങളുടെ സിലബസ്, ജോബ് ഓഫർ ലെറ്റർ, DSO അപ്രൂവൽ തുടങ്ങിയ രേഖകൾ സൂക്ഷിക്കുക. മൂന്നാമത്തേത് ഡോക്യുമെന്റേഷൻ ആണ്. DSO നൽകുന്ന നിങ്ങളുടെ SCVIS രേഖകളിലും I-20 ഫോമും കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. നിങ്ങളുടെ CPT അനുമതിയുമായി ബന്ധപ്പെട്ട രേഖകളും കൃത്യമായി സൂക്ഷിക്കുക. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച പോലും ചില സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥിയുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസിനെ ബാധിക്കാനിടയുള്ളതിനാൽ രേഖകളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അമേരിക്കൻ ഇമിഗ്രേഷൻ അധികൃതർ വിദ്യാർത്ഥികളുടെ CPT ഉപയോഗം കൂടുതൽ കർശനമായി നിരീക്ഷിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ നിയമാനുസൃതമായി പഠിക്കുകയും നിങ്ങളുടെ അക്കാദമിക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മാത്രം CPT ഉപയോഗിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ അനാവശ്യമായി ഭയപ്പെടേണ്ടതില്ല. അതേസമയം Day 1 CPT അല്ലെങ്കിൽ മറ്റേതെങ്കിലും CPT പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അതിന്റെ നിയമപരമായ നിബന്ധനകൾ കൃത്യമായി മനസ്സിലാക്കണം. യൂണിവേഴ്സിറ്റിയുടെ രേഖകൾ, DSOയുടെ നിർദ്ദേശങ്ങൾ, CPTയുടെ അക്കാദമിക് ബന്ധം എന്നിവയെല്ലാം പരിശോധിച്ച ശേഷം മാത്രം മുന്നോട്ട് പോകുന്നതാണ് സുരക്ഷിതം. അമേരിക്കൻ വിദ്യാർത്ഥി വിസ, H-1B വിസ, OPT, CPT തുടങ്ങിയ പ്രധാന ഇമിഗ്രേഷൻ വാർത്തകളും അപ്ഡേറ്റുകളും കൃത്യസമയത്ത് അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക.